വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു. മന്ത്രിമാർ പങ്കെടുത്ത സർവകക്ഷി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. വയനാട്ടിലെ വന്യജീവി പ്രശ്നം നിരീക്ഷിക്കാൻ ജനകീയ സമിതിക്ക് രൂപം നൽകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജില്ലാ കലക്ടർ അധ്യക്ഷനായ സമിതി 2 ആഴ്ചയിലൊരിക്കൽ യോഗം ചേരും. വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്ററും തുടങ്ങുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രിമാരായ MP രാജേഷും K രാജനും അറിയിച്ചു. കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കുക എന്ന ആശയം നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിശ്ചയിച്ചത് 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. റിസോർട്ടുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. റിസോർട്ടുകൾ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് യോഗത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത്തരം റിസോർട്ടുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ റിസോർട്ടുകൾക്കും നോട്ടീസ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കും. ജില്ലാതലത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ രൂപീകരിക്കും. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തുടർന്ന് പരിശോധന നടത്തി വീഴ്ച വരുത്തിയിട്ടുള്ള റിസോർട്ടുകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യജീവി ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ 250 പുതിയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. 2 RRT സംഘത്തെ കൂടി പ്രദേശത്ത് വിന്യസിക്കും. അടിക്കാടുകൾ വെട്ടാൻ ഇളവ് തേടി കേന്ദ്രത്തെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. UDF സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് MP രാജേഷ് ചോദിച്ചു. കൂടുതലൊന്നും പറയുന്നില്ല, വളരെ നിർഭാഗ്യകരമായി പോയി. റവന്യൂ മന്ത്രി ഇവിടെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ യോഗത്തിലെ ആവശ്യമായിരുന്നു മന്ത്രിതല സമിതി വയനാട് സന്ദർശിക്കണമെന്നത്. ആ ആവശ്യത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് അത് അംഗീകരിച്ചത്, ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അവരുന്നയിച്ചൊരാവശ്യം സർക്കാർ ഗൗരവത്തിലെടുത്തു. ഈ യോഗം ചേർന്നു. അത് ഇറങ്ങിപ്പോയത്, ബഹിഷ്കരിച്ചത് എന്തൊരു സന്ദേശമാണ് താഴത്തേക്ക് കൊടുക്കുക? ഇത്ര വലിയൊരു പ്രശ്നം വന്നാലും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് വരുന്നത് ജനങ്ങളെ നിരാശരാക്കും. അതുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം, മലബാർ ഭദ്രാസനാധിപൻ മാർ സ്റ്റെഫോനോസ് ഗീവർഗീസ് മെത്രാപ്പോലിത്ത എന്നിവരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. സർവകക്ഷി യോഗത്തിന് ശേഷം വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ മന്ത്രിമാർ സന്ദർശനം നടത്തുകയാണ്. കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ശരത്തിനെയും മന്ത്രിമാർ ഇന്ന് കാണും. വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF വയനാട് കലക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന രാപകൽ സമരം തുടരുന്നു. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് K മുരളീധരൻ MP ആവശ്യപ്പെട്ടു. തണ്ണീർക്കൊമ്പ മരണപ്പെടാൻ കാരണം രണ്ടാമത് മയക്കുകൂടി വെച്ചപ്പോൾ ആനയുടെ ശരീരത്തിന് മോശമാണ്. ഇങ്ങനെ എപ്പോഴും മയക്കുകൂടി വെച്ചുകൊണ്ടിരുന്ന നേരെ ചൈന പിടിച്ച് കുങ്കിയാനി ആക്കിയിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ വന്യമൃഗ സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന വല്ല കുഴപ്പമുണ്ടോ? പിന്നെ കടുവയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ കടുവയ്ക്ക് വല്ല കടുവ വെയിറ്റേറിനൊന്നുമല്ല. കാണുന്ന ആളുകളെ ചാരിക്കൊല്ല, അതിനെ വെടിവെക്കുകയല്ലാണ്ട് പിന്നെ തോക്കത്തിന് ഉമ്മ വയ്ക്കാന്. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. യോഗം ബഹിഷ്കരിച്ച് ഇപ്പോൾ കലക്ട്രേറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുന്ന UDFന്റെ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഷഹദ് റഹ്മാനുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ യോഗത്തെ ബഹിഷ്കരിച്ചു, ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് MP രാജേഷ് ചോദിച്ചു. അതിന് മറുപടി നൽകാൻ സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും ഈ വൈകുന്നേരം. സുർജിത് അയ്യപ്പത്ത് നമ്മളോടൊപ്പമുണ്ട്. സുർജിത്ത്, സർവകക്ഷി യോഗത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇതിലിപ്പോൾ ഒരു ജാഗ്രതാ സമിതി പോലെ അല്ലെങ്കിൽ ഒരു സമിതി ഇതിൽ പൂർണ്ണമായും നിരീക്ഷണ സംവിധാനം എന്ന നിലയിൽ ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? എന്തായാലും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം, ഇതിനിടയിലാണ് 3 മന്ത്രിമാരടങ്ങുന്ന സംഘം വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതല്പം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രമല്ല, അവർ ബഹിഷ്കരിക്കുകയും ചെയ്തു സർവകക്ഷി യോഗം. അതിനുശേഷം ചേർന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ യോഗവും UDF പ്രതിനിധികളെല്ലാം ബഹിഷ്കരിക്കുന്ന നില കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ യോഗത്തിന്റെ ശേഷം പുറത്തായി വന്നിട്ടുള്ള ചില തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ചേർന്ന കമാൻഡ് കൺട്രോൾ സെന്റർ ഇവിടെ തുടങ്ങും. അത് ഒരു RRT ആണ് നിലവിലുള്ളത്. അത് 2 RRTകൾ കൂടി സ്ഥിരപ്പെടുത്തും.
അതോടൊപ്പം തന്നെ നോഡൽ ഓഫീസറെ നിയോഗിക്കും. അദ്ദേഹത്തിന് സ്വതന്ത്ര അധികാരവും സ്പെഷ്യൽ ഓഫീസും നൽകും. ഈ വന്യജീവി പ്രശ്നം ജില്ലയിൽ ജനകീയ സമിതി മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് സുപ്രധാന തീരുമാനം. 2 ആഴ്ചയിൽ ഈ സമിതി യോഗം ചേരും. കളക്ടർ അധ്യക്ഷയാവും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സമിതിയിൽ ഉണ്ടാകും. MLA മാരും ഉണ്ടാകും. ഈ വനവൽക്കരണത്തിന്റെ സത്വര നടപടികൾ സ്വീകരിക്കും. ഈ തെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് വേഗത്തിൽ നടപടി കൈക്കൊള്ളും. പഞ്ചായത്ത് വാർഡ് തല ജനകീയ സമിതികളും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ രൂപീകരിക്കും. സ്ഥായിയായ പരിഹാരത്തിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയായുള്ള യോഗത്തിൽ 27 മാർഗനിർദ്ദേശം അംഗീകരിച്ചിരുന്നു. ഇതിൽ 15 എണ്ണമാണ് നടപ്പാക്കിയത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രിമാരായ MP രാജേഷും അതോടൊപ്പം തന്നെ K രാജനും ആവശ്യപ്പെട്ടു. ഈ കേന്ദ്ര തലത്തിൽ പരിഹരിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. അതിന് അത്തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തുന്ന വിധത്തിൽ ഇടപെടലുണ്ടാകും. ധനവകുപ്പ് 13 കോടി രൂപ ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. നിലവിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായ ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമാണ് ഈ തുക എന്നും പറഞ്ഞു. അതോടൊപ്പം ഈ സർക്കാർ വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ, അതോടൊപ്പം മറ്റ് ക്യാമറ ട്രാപ്പുകൾ, അടിക്കാടുകൾ വെട്ടുന്നതിന് കേന്ദ്ര നിയമത്തിൽ ഇളവ് ആവശ്യപ്പെടുന്ന നടപടികൾ, അതോടൊപ്പം ട്രഞ്ച് നിർമ്മാണത്തിനും അനുമതി തേടും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. സോളാർ ഫെൻസിംഗ് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ പൂർത്തിയാക്കും. റിസോർട്ടുകളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഈ റിസോർട്ടുകൾ പലപ്പോഴും വന്യമൃഗങ്ങളെ ആകർഷിക്കാൻ ഉപ്പു വിതറൽ ഉൾപ്പെടെയുള്ള പൊടിക്കൈകൾ ചെയ്യാറുണ്ട്. ആ നടപടി എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇടയ്ക്കിടെ പരിശോധന നടത്തും. ഇവർക്കെല്ലാം തന്നെ നോട്ടീസ് നൽകും. ഇതിനുശേഷം കൃത്യമായ നിയമ നടപടി റിസോർട്ടുകൾക്കെതിരെ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ജനകീയ സമിതി ഓഡിറ്റിംഗിന് വിധേയമാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പ്രഖ്യാപനം. ശരി, സുർജിത്, ഇപ്പോൾ ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വസതിയിൽ, അവിടെ ഇപ്പോൾ മന്ത്രിമാരുടെ സംഘം ആ പോളിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അവർ ആ വീട്ടിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇടയ്ക്ക് കാണാൻ കഴിയും. ഷഹദ് റഹ്മാൻ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ UDFന്റെ രാപകൽ സമരം നടക്കുകയാണ്, പുരോഗമിക്കുകയാണ് കളക്ടറേറ്റിന് മുന്നിൽ. അതിൻ്റെ വിവരങ്ങളും ഷഹദ് നൽകും. ഷഹദ്, ഇപ്പോൾ മന്ത്രിമാർ ഉള്ളത് ഈ പോളിന്റെ വീട്ടിലാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ മന്ത്രി വനമന്ത്രി AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ MP രാജേഷ, K രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇപ്പോൾ ഈ പോളിന്റെ വീട്ടിലുള്ളത്. അല്പസമയം മുൻപ് അവർ ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മറ്റുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പോളിന്റെ വീട്ടിലേക്ക് വരുന്നത്. കാരണം ഇവിടെ എത്തി ഇവരുടെ പോളിന്റെ ഭാര്യയും അതുപോലെ തന്നെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മറ്റുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പോളിന്റെ വീട്ടിലേക്ക് വരുന്നത്. കാരണം ഇവിടെ എത്തി ഇവരുടെ പോളിന്റെ ഭാര്യയും അതുപോലെ തന്നെ അവരുടെ അച്ഛനും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് മടങ്ങുകയാണ്. കാരണം പ്രധാനമായിട്ടും ഇപ്പോൾ ഇവർ അതായത് അല്പസമയം മുൻപ് ഇവർക്ക് കൊടുക്കാനുള്ള സഹായം, താൽക്കാലികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം അത് നൽകി. ഇപ്പോൾ മന്ത്രി MP രാജേഷ് വളർത്തു മൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുക്കുന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങൾ ഇന്നെടുത്ത 27 തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ ഒരു ചോദ്യം വന്നു. ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശമുണ്ടായോ എന്നാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല, നിർദ്ദേശം വന്നു. സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പോൾ മനസ്സിലായില്ല. അതാണ് അതിൽ സംഭവിച്ചത്. അപ്പോൾ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം. അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, തീരുമാനിച്ചിട്ടുമില്ല. 15-ാം തീയതി യോഗത്തിൽ മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്ത അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നത് കൊണ്ടാണ് ഇക്കാര്യം ഇപ്പൊ തന്നെ വ്യക്തമാക്കുന്നത്. ശരി, മന്ത്രിമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. MP രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പമുണ്ട്. ഷഹദ് ഉള്ളത് ആ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വസതിയിലാണ്. ഷഹദ്, മറ്റെന്തെല്ലാം വിവരങ്ങൾ? അതായത് ഇന്ന് UDFന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ഈ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. അത് രാപ്പകൽ സമരമാണ്. അത് ഇപ്പോഴും തുടരുകയുമാണ്. നാളെ രാവിലെ 10 മണിയോട് കൂടിയിട്ടാണ് ഈ സമരം അവസാനിക്കുക. K മുരളീധരൻ MP ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. K മുരളീധരന് പുറമെ
രമേശ് ചെന്നിത്തലയും ഇന്ന് ഈ സമരപന്തലിൽ എത്തുകയും ഒപ്പം തന്നെ അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കെ മുരളീധരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതിരൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൽ കെ മുരളീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊന്നും വന്യമൃഗങ്ങളുടെ വോട്ട് നേടിയിട്ടല്ല ഇത്തരത്തിൽ ജനപ്രതിനിധികളായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വന്യമൃഗങ്ങളോട് അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളോട് യാതൊരു കാരണവശാലും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. മറിച്ച് ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങളെ ജയിപ്പിച്ച് ജനപ്രതിനിധികളാക്കിയിട്ടുള്ളത് ജനങ്ങളാണ്. അതുകൊണ്ട് ആ ജനങ്ങളോട് മാത്രമേ ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഇത്തരത്തിൽ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം, അതിനാണ് തോക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ തോക്ക് ചുംബിച്ചുകൊണ്ട് നടക്കാനല്ല എന്നതടക്കമുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച കുടുംബങ്ങളുടെ മുഴുവൻ വീടുകളിലും രമേശ് ചെന്നിത്തലയും ഇന്ന് സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമരം നാളെ രാവിലെയാണ് സമാപിക്കുകയും ചെയ്യുക. അതേ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ മന്ത്രിതല സംഘത്തിന് നേരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കരിങ്കൊടി പ്രതിഷേധമാണ് വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ളത്. KSUവിന്റെ നേതൃത്വത്തിലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ. UDFന്റെ രാപകൽ സമരം ഇപ്പോൾ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുകയാണ്. ഷഹദ് റഹ്മാൻ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ കൂടിയാണ് സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ വൈകുന്നേരം. ശ്രീ IC ബാലകൃഷ്ണൻ, ഈ വയനാട്ടിലെ ഈ വന്യജീവി ആക്രമണ ഭീഷണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, മന്ത്രിമാർ ഈ ഭാഗത്തേക്ക് വന്നില്ല, അവർ വേണ്ട രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എന്നതൊക്കെയായിരുന്നു. ഇപ്പോൾ മന്ത്രിതല സംഘമെത്തി സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു. അത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന വിമർശനം നിങ്ങൾ നേരിടുകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്? മുഖ്യമന്ത്രി വന്നാലേ പ്രശ്നം അവസാനിക്കൂ എന്ന വാദം ബാലിശമല്ലേ? ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. വയനാട് ജില്ലയിൽ 884 സ്ക്വയർ കിലോമീറ്റർ ക്രിട്ടിക്കൽ വനഭൂമിയാണ്, 3 ഫോറസ്റ്റ് ഡിവിഷൻ. മാത്രമല്ല 2018 ടൈഗർ അതോറിറ്റിയുടെ സർവേ അനുസരിച്ച് 154 കടുവകൾ വയനാട്ടിലുണ്ട്. പക്ഷേ 14, 15, 16, 17 വയസ്സ് പ്രായമായ കടുവകൾ 2022, 23, 24 കൂടി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് വളരെ വ്യക്തമായി നിയമസഭയിലും മന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗങ്ങളിലും കൃത്യമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല കർണാടക തമിഴ്നാട് ബോർഡർ പങ്കിടുന്ന വയനാട്ടിൽ കർണാടകയുമായി ബന്ധപ്പെടുന്ന ആനയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, കർഷകർക്ക് കൃഷി ഇറക്കുന്നു, വന്യമൃഗം വിളവെടുക്കുന്നു എന്നുള്ള മുദ്രാവാക്യമാണ് കർഷകർ ഉയർത്തുന്നത്. ഇത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഡിസംബർ 9 പൂതാടി പഞ്ചായത്ത്, സുൽത്താൻ ബത്തേരി പൂതാടി പഞ്ചായത്ത് ബാഗേരിയിലെ ബ്രജേഷിനെ 36 വയസ്സുകാരനെ കടുവ മൃഗീയമായി കൊലപ്പെടുത്തുന്നു, മൃഗീയമായി ഭക്ഷിക്കുന്നു. ജനുവരി 30 റേഡിയോ കോളർ പിടിപ്പിച്ച ആന അജീഷിനെ കൊലപ്പെടുത്തുന്നു. അജീഷിനെ കൊലപ്പെടുത്തിയപ്പോഴും ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു വളരെ ശ്രദ്ധേയമായി മുന്നോട്ട് പോകണം. ഈ കാര്യം നിയമസഭയിൽ ഞാനും ടി സിദ്ദിഖ് MLAയും വളരെ വ്യക്തമായി അടിയന്തര പ്രമേയമായിട്ടും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷനുമായിട്ടും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. അന്നേരമൊന്നും വനവകുപ്പ് മന്ത്രിക്ക് യാതൊരു ഗൗരവവും അതിൻ്റെ അകത്തില്ല. ഈ കഴിഞ്ഞ ദിവസം 16-ാം തീയതി ഫോറസ്റ്റിൻ്റെ താൽക്കാലിക ജീവനക്കാരനായ പോളിനെ മൃഗീയമായ ആന പരിക്കേൽപ്പിച്ചപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. പാതി വഴിയിൽ നിന്ന് മരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും
വനവകുപ്പ് മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഒരു ദിവസമെങ്കിലും വനവകുപ്പ് മന്ത്രി വന്ന് ഏതെങ്കിലും ഒരു വീട് സന്ദർശിച്ച് ഇവിടുത്തെ സർവകക്ഷി നേതാക്കളെ വിളിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ? മാത്രമല്ല, ആനയും കടുവയും ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കഠിനാധ്വാനം ചെയ്യുക. ഒരു ക്രിട്ടിക്കലായ വിഷയമുണ്ടാകുമ്പോൾ ഇവിടുത്തെ ജീവനക്കാരുടെ സ്ഥിതി എന്താ? ഫോറസ്റ്റ് ജീവനക്കാരുടെ കുറവ്, വാഹനങ്ങളുടെ കുറവ്. ഇന്ന് ഒരു പരിഹാരം കാണേണ്ടത് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ നിലപാടും അഭിപ്രായവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ മുൻകൈ എടുത്തുകൊണ്ട് വേണ്ടേ? അതിന് പകരം നിങ്ങൾ വിട്ടുനിന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ സന്ദേശമാണ് പറയുന്നത്. 2018 ശേഷം ഞാൻ RRT ഇന്ന് അവർ തീരുമാനിച്ചു. ഈ RRT ഒരു RRT ആണുള്ളത്. വയനാട് ജില്ലയിൽ ആവശ്യമായ RRTയും സ്റ്റാഫും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 2 വർഷങ്ങൾക്ക് മുൻപ്. എന്തേ? മന്ത്രി ഉറപ്പ് നൽകിയതാണല്ലോ. മന്ത്രി ജില്ലാ കളക്ടറേറ്റിൽ യോഗം വിളിച്ച് സർവകക്ഷി നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തു. എന്താ പറഞ്ഞത്? ഞാൻ 2 RRTയും കൂടി നിയോഗിക്കുന്നു. 2 വർഷം കഴിഞ്ഞു. ആവശ്യമായ ജീവനക്കാരെ 2 വർഷം കഴിഞ്ഞു. വാഹനങ്ങൾ കൊടുക്കാമെന്നു 2 വർഷം കഴിഞ്ഞു. ഒരു നോഡൽ ഓഫീസറെ നിയോഗിച്ചു. ആ നോഡൽ ഓഫീസർ ഞങ്ങൾ പറഞ്ഞു ഓർഡർ ഇടാൻ കഴിയുന്ന PCCF ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന് പറഞ്ഞു. ആർക്കാ ഓർഡർ നോഡൽ ഓഫീസർ ആരെ ആക്കിയത്? കണ്ണൂർ CCCF ദീപയാണ്. അവരാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഈ മേഖലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്ത് ഓർഡർ ഇടാനാണ് കഴിയുന്നത്? ഞങ്ങൾ പറഞ്ഞ ഇവിടെ സർവകക്ഷി നേതാക്കളും ജനപ്രതികളും സർവകക്ഷി യോഗത്തിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 2 വർഷമായിട്ടും ഈ ജില്ലയുടെ ചുമതലയുള്ള വനവകുപ്പ് മന്ത്രി അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ആ തീരുമാനം നടപ്പാക്കിയിട്ടില്ല. അല്ല, ഈ നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ഫലം ചെയ്യില്ല എന്നാണോ സുൽത്താൻ ബത്തേരി MLA പറയുന്നത്? ഇന്നത്തെ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഫലമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒരിക്കലും അത് പറയില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അത് നടപ്പാക്കി കണ്ടാൽ മാത്രമേ പ്രതീക്ഷയിൽ വകയുള്ളൂ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15-ാം തീയതി യോഗം നടത്തി. ആ യോഗത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ യോഗം 15, 16, 17, 18, 19, 20, 21, 20 ഈ ദിവസങ്ങളായിട്ടും തീരുമാനമെടുക്കുക. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ വളരെ പെട്ടെന്ന് വേഗത കൂട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്താ തീരുമാനങ്ങൾ എടുക്കാത്തത്? കാരണം വനവകുപ്പ് മന്ത്രിക്ക് ഒറ്റയ്ക്ക് ജില്ലയിൽ വരാമായിരുന്നു. എന്തേ വനവകുപ്പ് മന്ത്രി വരാത്തത്? പക്ഷേ നിങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രി വരണമെന്നുള്ളതാണല്ലോ. അവിടെ MP രാജേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇങ്ങനെ മന്ത്രിമാരുടെ മന്ത്രിതല സംഘത്തെ അവിടെ അയക്കാനും സർവകക്ഷി യോഗം വിളിക്കാനുമുള്ള തീരുമാനമുണ്ടായത്. എന്നിട്ടും മുഖ്യമന്ത്രി വരണം എന്ന വാദം അതെന്ത് സന്ദേശം താഴേക്ക് നൽകും എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ആ അർത്ഥത്തിൽ പ്രസക്തമാണല്ലോ ശ്രീ IC ബാലകൃഷ്ണൻ. അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കട്ടെ, വയനാട് ജില്ലയിൽ ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജില്ലയിലെത്തിയിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട്. വനവകുപ്പ് മന്ത്രി പല വട്ടങ്ങളിലും വയനാട്ടിലെത്തിയിട്ടുണ്ട്. UDFൻ്റെ കാലത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. എല്ലാ സംഘടനകളെയും മുഖവിലക്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി, വളരെ കൃത്യമായി എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തെ മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിൽ പോകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു അജണ്ട വെച്ച് ജില്ലയിലെത്തി സർവകക്ഷി നേതാക്കളെ വിളിച്ചു ചേർത്ത് ഈ തീരുമാനങ്ങൾ പരിശോധിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ്. ശരി ശ്രീ IC ബാലകൃഷ്ണൻ, ഏതായാലും UDF എന്തുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു ശ്രീ IC ബാലകൃഷ്ണൻ. സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷയില്ല UDFന് എന്നതാണ്. കാരണം അത് മുൻകാല അനുഭവങ്ങളിൽ നിന്നാണ് താൻ അത് പറയുന്നതെന്ന് IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി MLA വിശദീകരിക്കുന്നു. അദ്ദേഹം ഇന്ന് സംഭവിച്ചതിൽ അതിഥിയെത്ത് കാര്യങ്ങൾ പറയുകയായിരുന്നു. സർവകക്ഷി യോഗ തീരുമാനങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാക്കം സ്വദേശി പോളിന്റെയും പടമല സ്വദേശി അജീഷിന്റെയും കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഷഹദ് റഹ്മാൻ ഇപ്പോൾ ഉള്ളത് പാക്കത്തെ പോളിന്റെ വീട്ടിലാണ്. അതോടൊപ്പം തന്നെ അരുൺ പാറയ്ക്കൽ ഞങ്ങളുടെ പ്രതിനിധി ഉള്ളത് പടമലയിലെ അജീഷിന്റെ വീട്ടിൽ നിന്നും. ഈ ഷഹദ്, ഇപ്പോൾ ഈ
കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളാണ് പോൾ. അതിനെ തുടർന്നുണ്ടായ അതാണ് ഈ പ്രതിഷേധമൊക്കെ ഇത്രയധികം തിളച്ചുമറിയാൻ കാരണം പോളിന്റെ മരണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ്. ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനത്തിൽ പോളിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എന്താണ് ഷഹദ്? അവർ ഈ തീരുമാനത്തോട് ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്ന് പോളിന്റെ മകൾ പറഞ്ഞതൊക്കെ ഇപ്പോഴും നമ്മുടെ കാതുകളിലുണ്ട്. എങ്ങനെയാണ് അവർ ഇന്നത്തെ തീരുമാനങ്ങളെ കാണുന്നത്? അവർ ഇതിനോട് പ്രതികരിച്ചോ? യെസ്, തീർച്ചയായും ഗോപി, നമുക്ക് ഒരുപക്ഷെ അവരുടെ തത്സമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ആരായാമെന്ന് വിചാരിക്കുന്നു. കാരണം അല്പസമയം മുൻപാണ് മന്ത്രിതല സംഘം ഇവിടെ നിന്നും പോയിട്ടുള്ളത്. കാരണം MP രാജേഷും അതുപോലെ തന്നെ AK ശശീന്ദ്രനും K രാജനും ഉൾപ്പെടെയുള്ളവരായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പോളിന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു, ഒപ്പം തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു, അവരുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവരോട് മന്ത്രിമാർ പറഞ്ഞതെന്നും അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നും കൂടി കേൾക്കാം. അമ്മ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇവിടെ, നെറ്റ്വർക്കിന്റെ പ്രശ്നം. എന്താണ് ഇപ്പം ഇന്ന് മന്ത്രിമാരെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമുക്കിപ്പം ഇതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്? മന്ത്രിമാർ പറഞ്ഞത് ഞങ്ങൾ ഗവൺമെൻറ് എപ്പോഴും ഞങ്ങളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്, ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. മകളോടും പറയണം, എന്നാൽ മകളുടെ വിദ്യാഭ്യാസവും കുടുംബത്തിലെ കാര്യങ്ങളിലും പിന്നെ ചെറിയൊരു ജോലി എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു ജീവിക്കാനായിട്ട്. എന്നുവെച്ചാൽ എൻ്റെ കുടുംബമാണ് പോയത്. എന്നുവെച്ചാൽ ഈ അന്നന്ന് ജോലിക്ക് പോയാണ് കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാഴ്ച കാലം ജോലിയില്ലാതെ അന്ന് പോയതാണ്. ഇപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാഗ്ദാനങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് മടുത്തവരാണ് ഈ വയനാട്ടിലെ ആളുകൾ. കാരണം ഇപ്പം കുറച്ച് ദിവസം മുൻപ് മറ്റൊരു മകള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗതി ഇനി ഒരു ആർക്കും വരാൻ പാടില്ല. അത് പറഞ്ഞ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ, ഒരു ദിവസമേ ആവുന്നുള്ളൂ, തൊട്ടുപിറകെ പോളിന്റെ മരണവാർത്തയാണ് വരുന്നത്. അപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന വാക്കുകളിലും ഈ പറയുന്ന സർവകക്ഷി യോഗത്തിലൊക്കെ പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രതീക്ഷയുണ്ട്? ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞും ഒരിക്കലും കഴിയരുത്, ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കരുത്. നമുക്ക് പണവും സ്വത്തോ ഒന്നും അല്ല നമ്മളായിരിക്കും, നമ്മുടെ ജീവനാണ് അയക്കുന്നത്. ഈ എത്രയും ഇങ്ങനെ വന്യമൃഗ ശല്യമായ എങ്ങനെ ഇവിടെ ജീവിക്കും വയനാട്ടിൽ? ഞങ്ങളെപ്പോലെ ആർക്കും പറ്റരുത്, ഒരമ്മയും കുഞ്ഞും കരയരുത്. അത് തന്നെ അജീഷിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒരേപോലെയായി. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. മകളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ചെയ്യൂന്നാണ് പറഞ്ഞത്. ശരി ഷഹദ്, ഏതായാലും സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ നമ്മളോടൊപ്പം ചേരുന്നത് പടമലയിലെ അജീഷിന്റെ വീട്ടിൽ നിന്നാണ്. അരുൺ, ഇപ്പോൾ നേരത്തെ ഈ പോളിന്റെ വീട്ടിൽ അവരുടെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലായത് അജീഷിന്റെ വീട്ടിലുള്ളത് പോലെ തന്നെ അവസ്ഥയാണ് ഇവിടെയും ഉണ്ടായത്, ഞങ്ങളിപ്പോൾ ഒരുപോലെയായി, ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ്. ഇന്നിപ്പോൾ അവിടെ സർവകക്ഷി യോഗം ചേർന്നു, മന്ത്രിതല സംഘം അവിടെ എത്തി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അജീഷിന്റെ വീട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അരുൺ. ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് പടമലയിലാണ്. പടമല ചാലികത പടമലയിലെ അജീഷിൻ്റെ വസതിയിലാണ്. അജീഷിൻ്റെ ചെറിയച്ഛനും മകളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ചെറിയച്ഛനിലേക്ക് പോകാം. എന്താണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ കുറേ തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെ പ്രതീക്ഷ? അത് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ പശു വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരെങ്ങനെ ജീവിക്കും? കൃഷിക്കാർക്ക് ഇവർ 25,000 രൂപ വെച്ച് ഓരോ വീടിനും മാസം തോറും കൊടുക്കട്ടെ. ഇവർക്ക് 1 ലക്ഷം 2 ലക്ഷമൊക്കെ മന്ത്രിമാർക്ക് ശമ്പളമില്ലേ? അത് ആരുടെ പൈസ കൊണ്ടാണ്? ഞങ്ങൾ പണിയെടുക്കണേ, ഈ പാലൂറ്റി കൊടുക്കണതിൻ്റെ നികുതി പൈസ കൊണ്ട് അവർ ജീവിക്കണേ. അവരുടെ പൈസ വെട്ടിക്കുറച്ചോട്ടെ, അവർക്ക് പൈസ വേണം. ഇവിടെ കൃഷിക്കാർ ജീവിക്കാൻ പാടില്ല എന്നാണോ പറയണേ? അത് നടക്കില്ല. ഇവരെ വ്യാമോഹമൊക്കെ മനസ്സിലിരിക്കും. ഇവിടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാക്കാമെന്നോർത്ത് ഇവർ വ്യാമോഹിക്കണ്ട, അത് നടക്കില്ല. ഇവിടുത്തെ കൃഷിക്കാർ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇനി ഒരാളെ ഇങ്ങനെ സംഭവിച്ചു പോയാൽ കൃഷിക്കാരുടെ സ്വഭാവം അങ്ങ് മാറിപ്പോകും. ഇവർ തടയണയിടത്ത് നിൽക്കില്ല കൃഷിക്കാർ. ഇവരൊന്ന് കണ്ടില്ലേ മാനന്തവാടിയിൽ നിന്ന്? അതിൻ്റെ 10 ഇരട്ടി വയനാട് ജില്ല മുഴുക്ക ഇളക്കും, ഗ്യാരണ്ടിയാ. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ആയുധങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൊടുത്തോട്ടെ, അവരുടെ മൃഗങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങണ്ട. അവരുടെ മൃഗം അവരുടെ ഫോറസ്റ്റിൽ വളർത്തോട്ടെ, ഇവർ ഫോറസ്റ്റിൽ വളർത്തോട്ടെ. അവരുടെ മൃഗങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരണ്ട, ഞങ്ങൾ അങ്ങോട്ടും പോകണില്ല.
ഗോപീഷൻ, ഇനി അജീഷിൻ്റെ മകൾ കൂടിയുണ്ട്. വലിയ തോതിൽ വിവാദങ്ങൾക്കും ഈ അടുത്ത സമയങ്ങളിൽ വഴിവെക്കുന്നുണ്ട് ഈ കർണാടക സർക്കാരിൻ്റെ ധനസഹായവുമായി ബന്ധപ്പെട്ട്. എന്താണ് മോൾക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധിൻ്റെ ചെറിയ ഇടപെടൽ കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ആ ഇടപെടലിന് ചെയ്തതിന് ഞാൻ രാഹുൽ ഗാന്ധിയോട് നന്ദി പറയുകയാണ്. നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് ഇവിടെ വന്ന് ആന നേട്ടിയിട്ട് എൻ്റെ ഡാഡി മരിച്ചതിന് ശേഷം ഇതുവരെ അവർ എഗ്രിമെൻ്റ് വെച്ച പൈസ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും റെഡിയാക്കി തന്നിട്ടില്ല. പിന്നെ കർണാടക സർക്കാർ അങ്ങനെയല്ല, അത് രാഹുൽ ഗാന്ധിയുടെ ഒറ്റ കോളിൻ്റെ മേലെ അവർ ധനസഹായം ചെയ്യാമെന്ന് അവർ ന്യൂസിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രിമാരെ എത്തുന്നേ ഉള്ളൂ ഇവിടേക്ക്. മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് മോൾ അന്നേ പരാതികൾ പറഞ്ഞിരുന്നു. അത് എന്താണ് മന്ത്രിമാരോട് സൂചിപ്പിക്കും? മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു പനി പിടിച്ച രോഗിയെ കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ചെറിയ കൊച്ചിന് നല്ല പനിയാണെങ്കിൽ അവർ പറയും ന്യൂമോണിയ അങ്ങനെ പറയും. പക്ഷെ വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവിടെ ഒരു ചെറിയ പേഷ്യൻറ്റിനെ നോക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. ഗോപീഷൻ, ഇതുതന്നെയാണ് അജീഷിൻ്റെ മകളും അതുപോലെ തന്നെ ചെറിയച്ഛനുമാണ് നമ്മോട് സംസാരിച്ചത്. കുടുംബത്തിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. കൃത്യമായി സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഗോപീഷൻ, ശരി. അരുൺ പാറക്കിലാണ് പടമലയിലെ അജീഷിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതിൽ അജീഷിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒട്ടും തന്നെ സന്തോഷം നൽകുന്ന തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിൽ നിന്ന് വന്നിട്ടില്ല. കൃഷിക്കാരെ ഒഴിച്ചു നിർത്തി ഇതൊരു വന്യജീവി സംരക്ഷണ മേഖലയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ കർഷകരുടെ രോഷം അണപൊട്ടി ഒഴുകും. അത് നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മകളുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുന്നു. കേരള സർക്കാർ വാഗ്ദാനം ചെയ്ത പണം നൽകി എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്തിട്ടില്ല, മറ്റു പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്ന വിമർശനം ആ കുഞ്ഞിനുണ്ട്. ഏതായാലും നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തീരുമാനം സംബന്ധിച്ച് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. അത് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാണ്. BJPക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നു. ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യത്തെ പരീക്ഷണശാല എന്ന് പറയാവുന്നതായിരുന്നു ഈ പ്രദേശത്തെ ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്. അതിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നു. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനി നമ്മൾ പരിശോധിക്കുക. വാർത്തയിലേക്ക് വീണ്ടും. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി. ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. BJP സ്ഥാനാർത്ഥി ജയിച്ചുവെന്ന വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം കോടതി റദ്ദാക്കി. 8 ബാലറ്റുകളിൽ വരണാധികാരി കൃത്രിമം കാണിച്ചുവെന്നത് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യം സുരക്ഷിച്ചതിന് സുപ്രീം കോടതിക്ക് നന്ദിയെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, പല നിലയ്ക്കും പ്രാധാന്യമുണ്ടായിരുന്നു ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് ഫലം. ഒന്ന്, അതിനകത്ത് ഒരു അട്ടിമറി നടന്നു എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. അവിടെ വരണാധികാരി BJPക്ക് അനുകൂലമായി തീരുമാനമെടുത്തു എന്നതായിരുന്നു ആക്ഷേപം. മറ്റൊന്ന്, ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ചെറിയ രൂപം, ഒരു പരീക്ഷിക്കപ്പെട്ട ഇടമായിരുന്നു ചണ്ഡീഗഡ്. കോടതി വിധി ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പുറമെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനങ്ങളാണ് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഉണ്ടായത്. കാരണം ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് ഹർജി പരിഗണിക്കുന്ന ആദ്യ ദിനം തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹർജി പരിഗണിച്ച 2ാം ദിവസമായ ഇന്നലെ പോലും സുപ്രീം കോടതി വരണാധികാരിക്ക് നേരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം ഉന്നയിച്ചത്. എങ്ങനെയാണ് തങ്ങൾക്ക് ഇത്തരം ക്രമക്കേടുകൾ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. അതായത് ഈ 8 അസാധുവാക്കിയ 8 ബാലറ്റ് പേപ്പറുകൾ, അതിൽ ചില കേടുപാടുകൾ ഉണ്ടായതുകൊണ്ടാണ്, മടക്കിയതിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താൻ ഈ അഡീഷണലായി ഒരു പ്രത്യേകമായ ഒരു മാർക്ക് രേഖപ്പെടുത്തി, ഒരു അടയാളം രേഖപ്പെടുത്തിയതെന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ആ 8 ബാലറ്റുകൾ ഉൾപ്പെടുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിച്ച പരിശോധനകൾ നടത്തി. എന്നിട്ട് ആ പരിശോധനയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ 8 ബാലറ്റുകളിലും അത്തരമൊരു പ്രശ്നം തങ്ങൾ കാണുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ അന്നത്തെ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു. അതിൽ നിന്ന് തന്നെ ഈ ക്രമക്കേടുകൾ നടത്തുന്നത് വ്യക്തമാണെന്ന് കൂടി മനസ്സിലായി. ഒപ്പം തന്നെ വലിയ ക്രമക്കേട്, അതായത് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് വരണാധികാരി പ്രവർത്തിച്ചതെന്നടക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണമുണ്ടായി. ഒപ്പം തന്നെ ഒരു റീകൗണ്ടിങ് സാധ്യതകൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അത് എതിർകക്ഷികൾ എതിർത്തിരുന്നു. കാരണം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ എതിർകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നെങ്കിലും കോടതി അതിനൊന്നും പ്രാധാന്യം നൽകിയില്ല. തുടർന്ന് വാദങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇതിലൊരു വിധിയിലേക്ക് കടക്കുന്നത്. ആ വിധിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കാൻ വരണാധികാരി ബോധപൂർവം ശ്രമം നടത്തിയിട്ടുണ്ട്.
ഈ ബാലറ്റ് പേപ്പറുകൾ വികലമാണെന്ന വരണാധികാരിയുടെ വാദം തെറ്റാണ്. അത് ബാലറ്റ് പേപ്പർ പരിശോധിച്ചപ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ വ്യക്തമായി. സുപ്രീം കോടതി ആവർത്തിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് താങ്കൾ പറയുന്നതിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷേ വരണാധികാരി ആ പറഞ്ഞത് തന്നെ തുടരുകയായിരുന്നു. അതായത് താനൊരു ക്രമക്കേടും നടത്തിയിട്ടില്ല എന്നുള്ള പ്രസ്താവനയിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. അപ്പോൾ അത് വലിയ ഗുരുതരമായ തെറ്റാണെന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കോടതിയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ ഉത്തരവാദിത്തം അത് വരണാധികാരി ഏറ്റെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഒടുവിൽ ഇന്ത്യ മുന്നണിക്ക് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു വിജയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ശരി, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നായിരുന്നു മത്സരങ്ങളുണ്ടായിരുന്നത്. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വരണാധികാരി കൃത്രിമം കാട്ടി BJPക്ക് തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കി തീർത്തു എന്ന പരാതിയിന്മേൽ ആക്ഷേപത്തിന്മേലായിരുന്നു കോടതിയുടെ തീർപ്പ് വന്നിരിക്കുന്നത്. BJPക്ക് കനത്ത തിരിച്ചടിയും പ്രഹരവുമാണ് കോടതി വിധി. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകി. തിരുവനന്തപുരം പേട്ടയിലെ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളിലേക്ക് നീളുന്ന സൂചന പോലീസിന് ലഭിച്ചതായി വിവരങ്ങൾ വരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ച റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള ചതുപ്പിൽ നടത്തിയ പരിശോധനയിലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് വിവരം. മേരിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി വീണ്ടും ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ 2 വയസ്സുകാരിയുടെ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് പോലീസിന് പുതുതായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും. 2 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നുകൂടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടർന്ന ശേഷം നാളെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിച്ച വിവരം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോലീസിന്റെ അന്വേഷണമാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി പോലീസ് നേരിടുന്നുണ്ട്. പോലീസ് ഈ കുട്ടിയെ കണ്ടെത്തിയ ചതുപ്പ് നിലത്തിന് സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. ഉച്ചവരെ പോലീസ് ഒരു ലീഡിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ആ ലീഡിനെ കുറിച്ച് പോലീസ് കാര്യമായി ഒന്നും പറയുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതേസമയം പോലീസിനെ സംബന്ധിച്ച് പോലീസ് 2 സാധ്യതകളും ഒരേപോലെ പരിശോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് പോലീസിന് ഇപ്പോൾ സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില അസംഷൻസ് ആണ്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോൾ അതിന്റെ തുടർ സാധ്യതകളിലേക്ക് പോകാനുള്ള ലീഡുകൾ പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മറ്റൊരാൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ആ ചതുപ്പിലേക്ക് ഇടാനുള്ള സാധ്യത അത് പോലീസ് കാണുന്നുണ്ട്. നമ്മളിന്ന് രാവിലെയൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ അതിലേക്ക് വരാനുള്ള ഒരു വഴിയടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കാണുന്നുണ്ട്. മറ്റൊന്ന്, പോലീസ് ഇതുവരെയും പുറത്തുവിടാത്ത ഒരു CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ആ CCTV ദൃശ്യം വളരെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ എന്തെങ്കിലും ലീഡ് പുതിയ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന വിവരമാണ്. പോലീസ് പുറത്തുവിടാത്ത CCTV ദൃശ്യങ്ങൾ, അതിൽ നിന്നും ചില പ്രധാനപ്പെട്ട നിർണായകമായ സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി വിദ്യാർത്ഥികൾ. മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 15ഓളം പേരാണ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഇത് എപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ടെറസിന് മുകളിൽ നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ തുടങ്ങിയത്? എന്താണ് അവർ പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, 3:30-ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഈ ആത്മഹത്യാ ഭീഷണി തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രിൻസിപ്പാൾ ഇടപെട്ട്
ഗ്രേസ് മാർക്ക് കൂടുതൽ കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ പോയിരുന്നു. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സസ്പെൻഷൻ നൽകുന്ന നടപടിയിലേക്ക് കോളേജ് മാനേജ്മെന്റ് പോകുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ ആത്മഹത്യാ ഭീഷണി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സസ്പെൻഷൻ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോവുക, ഈ മാർക്ക് ദാനം അല്ലെങ്കിൽ ഈ അനധികൃതമായി കൊടുത്ത മാർക്ക് അത് പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക എന്ന ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കോളേജിന് മുകളിൽ കയറിയുന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. എന്തായാലും സംഭവ സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും എത്തിയിട്ടുണ്ട്. ഇവരെ അനുനയിപ്പിച്ച് താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും നടക്കുന്നത്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൽ കോളേജ് അധികൃതരാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. എന്തായാലും അവരുമായും പോലീസ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. പോലീസും ഫയർഫോഴ്സും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ രാഹുൽ വിജയൻ നൽകിയത്. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. സൂര്യശ്രീയുണ്ട് മാർക്കറ്റ് വ്യൂവുമായി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. റെക്കോർഡ് ഭേദിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. നിഫ്റ്റി ചരിത്രത്തിലാദ്യമായി 22,200 കടന്നു. സെൻസെക്സ് 73,000 മുകളിൽ പിന്തുണച്ച് ബാങ്ക് മീഡിയ ഓഹരികൾ. ഇന്ത്യയിലേക്ക് വൻ നിക്ഷേപത്തിനൊരുങ്ങി ജപ്പാൻ. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 9 പദ്ധതികൾക്കായി 12,800 കോടി രൂപ നിക്ഷേപിക്കും. സാമ്പത്തികകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വികാസ് ഷീലും ഇന്ത്യയിലെ ജപ്പാൻ അംബാസിഡർ സുസുക്കി ഹിരോഷിയും കരാറിൽ ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനത്തിൽ ഉറച്ച് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരവും സൗഹൃദപരവുമായ ബന്ധം പങ്കിട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. US ഉപരോധം മറികടക്കാനുള്ള മാർഗങ്ങളുമായി റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപാരികൾ. ആണവോർജ്ജ മേഖലയിൽ $26 ബില്യൺ നിക്ഷേപം നടത്താൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ക്ഷണിച്ച് ഇന്ത്യ. തീരുമാനം കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ടാറ്റ പവർ, അദാനി പവർ എന്നിങ്ങനെ 5 കമ്പനികളുമായി കേന്ദ്രം ചർച്ച നടത്തി. ഉള്ളി കയറ്റുമതി നിരോധനം അടുത്ത മാസം 31 വരെ തുടരുമെന്ന് കേന്ദ്രം. കയറ്റുമതിയിൽ ഇളവ് നൽകിയ തീരുമാനം പിൻവലിച്ചു. നടപടി ഉള്ളിയുടെ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കാനും വില വർധന നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായി. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. സമ്മിശ്ര ആഗോള സൂചനകൾക്കിടയിലും ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികൾ തുടർച്ചയായ 6ാം ദിവസവും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഇന്ന് നിഫ്റ്റി 22,216 എന്ന റെക്കോർഡ് ഉയരം കീഴടക്കുകയും ചെയ്തു. പവർ ഗ്രിഡ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ കമ്പനികളൊക്കെയാണ് വിപണിയെ വലിയ രീതിയിൽ പിന്തുണച്ചത്. ഈ റാലിയുടെ ഒരു നേട്ടത്തിന് പിന്തുണ നൽകിയത് ബാങ്കിംഗ് ഓഹരികളാണെന്ന് തന്നെ പറയാം. സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഓൾമോസ്റ്റ് എല്ലാ സൂചികകളും പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ 74 പോയിന്റ് ഉണർവിൽ 22,196 എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 22,045 വരെ പോയ ഒരു പോയിന്റാണ് നിലവിൽ ഉണർന്ന് ഇന്ന് 22,196 പക്ഷേ ഓൾ ടൈം റെക്കോർഡ് എന്ന രീതിയിൽ 22,215 വരെ നിഫ്റ്റി ഇന്ന് എത്തിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് നിഫ്റ്റി ഇന്ന് അത്രയും ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഇന്ന് നിഫ്റ്റിയിൽ ബാങ്കിംഗ് ഓഹരികളാണ്. എടുത്തു പറയേണ്ടത് പ്രൈവറ്റ് ബാങ്കുകളുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ ഇന്ന് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. 558 പോയിന്റോടെ 47,094 നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും അതുപോലെ തന്നെ ഒരു ഉറച്ച പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ് സൂചികൾ ചെറിയൊരു കോട്ടത്തിലാണ് വ്യാപാരം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിയായ സെൻസെക്സിലും ഇന്ന് വളരെയധികം ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്.
അവസാനിച്ചിരിക്കുന്നത്. 349 പോയിന്റ് ഉണർവിൽ 73,057 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ IT, ഓട്ടോ എന്നീ ഓഹരികളിലൊക്കെ തന്നെ നേരിയൊരു ഇടിവ് സംഭവിച്ചിരുന്നു. എങ്കിൽ തന്നെയും ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ, ആഭ്യന്തര നിക്ഷേപകരുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ ഇന്ന് ലഭിച്ചു എന്ന് തന്നെ പറയാം. ഇനിയൊരു അതിഥിയാണ് മാർക്കറ്റ് വ്യൂവിലെത്തുന്നത്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. വലിയൊരു ഉറച്ച പിന്തുണയോടെയാണ് ആഭ്യന്തര നിക്ഷേപകരുടെയൊക്കെ തന്നെ വലിയൊരു ഉറച്ച പിന്തുണയോടെ റെക്കോർഡ് ഭേദിച്ചാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വിപണിയിലെ ഈ ഒരു പോസിറ്റീവ് പ്രവണത വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം വരും ദിവസങ്ങളും വിപണിയെ സ്വാധീനിക്കുക? മാർക്കറ്റിൽ ഇന്ന് വളരെ നല്ല ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കാണ്. കാരണം ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഷെയറാണ് HDFC ബാങ്ക്. അതുകൊണ്ട് നമ്മൾ നിഫ്റ്റി 50ലും സെൻസെക്സിലും നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കാണ് കാര്യമായിട്ട് 2.6% ഉയർച്ച ഉണ്ടായി. ആ ഉയർച്ചയാണ് ശരിക്കും ഇന്ന് ഈ ഇൻഡെക്സിനെ ഇത്രയും ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആഴ്ച പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച US-ലെ FOMCയുടെ ഒരു മിനിറ്റ്സ് വരാനുണ്ട്. അതാണ് ഈ ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനെ അനുസരിച്ച് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിലും അതുപോലെ US മാർക്കറ്റിലും വ്യാഴാഴ്ച രാത്രിയിലും മൂവ്മെൻ്റ് ഉണ്ടാകും. ബാക്കി ഈ ആഴ്ചയിലെ പ്രത്യേകിച്ച് മറ്റ് ന്യൂസുകളൊന്നും അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ഈ ആഴ്ച അധികം സംഭവിക്കാനില്ല. എന്നാൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർക്കറ്റ് വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. മറ്റ് ഘടകങ്ങളൊക്കെ പോസിറ്റീവാണ്. എന്നാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത മാസം വരാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാകാം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം KR ഗോപികൃഷ്ണൻ ഇന്ന് സംഭവിച്ചതുമായി തുടരും. വാർത്തയിലേക്ക് വീണ്ടും. സിവിൽ പോലീസ് ഓഫീസർ നിയമനം വൈകുന്നതിനെതിരെ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ച ഉദ്യോഗാർത്ഥികൾ. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ജയശങ്കർ, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇവർ അല്പസമയം മുമ്പ് മുട്ടിലഴിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഇവർ റോഡിന് മുന്നിൽ കൈകൂപ്പി കിടക്കുകയാണ്. ഏകദേശം 200-ന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ 9 ദിവസമായി ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി വരികയായിരുന്നു. മതിയായ നിയമനങ്ങൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം. ഇവരുടെ തുടർച്ചയായ കഴിഞ്ഞ ദിവസങ്ങൾ ഇവർ സമരം നടത്തിയിരുന്നു. ഇന്നാണ് ഇത്തരത്തിൽ റോഡിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇവർ തയ്യാറായത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് റോഡും മറ്റും ബ്ലോക്കാക്കാതെ സമാധാനപരമായാണ് ഈ ഉദ്യോഗാർത്ഥികൾ നിലവിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടയിൽ 3ഓളം പേർ കുഴഞ്ഞു വീണുകയുണ്ടായി. ഇവരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. എന്താണ് നിങ്ങളെ ഒരു ആവശ്യം? ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ 5 വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. 2019 ഈ റാങ്ക് ലിസ്റ്റിന് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. 2019 നോട്ടിഫിക്കേഷൻ വിളിച്ച് പ്രിലിംസ് മെയിൻസ്, അതായത് PSCയുടെ പുതിയ പരിഷ്കാരമായ പ്രിലിംസ് മെയിൻസ് എന്നീ 2 ഘട്ടങ്ങളും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 2023 14,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നാളെ ഇതുവരെയായിട്ട് റാങ്ക് ലിസ്റ്റിന് 10 മാസം കാലാവധി കഴിഞ്ഞു. വെറും 3,500-ഓളം നിയമനങ്ങൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, റാങ്ക് ലിസ്റ്റിൽ നിന്ന് മതിയായ നിയമനങ്ങൾ നടന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇവരിൽ ഒരുപാട് പേർ പ്രായപരിധി കഴിഞ്ഞ ആളുകളാണ്. ഇനിയൊരു PSC പോലീസ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിയമനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇവർ നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിലെ റോഡിൽ കൂപ്പുകൈകളുമായി കിടന്നുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ നിയമനം വൈകുന്നതിനെതിരെയാണ് മുട്ടിലിഴഞ്ഞ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്ന അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകിയേക്കില്ല. 2 സീറ്റേ നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതായി സൂചനയുണ്ട്. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രതികരിച്ചു. യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. ഒന്നിലധികം പ്രഖ്യാപിക്കേണ്ട CPI, CPM, കോൺഗ്രസ് ഞങ്ങൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗിന് പ്രതീക്ഷ ഉണ്ടോ 3ാം സീറ്റിൽ? നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയമല്ല. തീരുമാനമാകുമ്പോൾ പറയുന്നതാണ്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ,
മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ലീഗ് പിന്നാക്കം പോവുകയാണോ? ഗോപി, നിലവിൽ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടതോടു കൂടിയാണ് ഇതൊരു തീരുമാനമാവാതെ നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വം ലീഗിന് ഇനിയൊരു മൂന്നാമതൊരു സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ലീഗും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ 2 സീറ്റ് മാത്രമാണ് ലീഗിനുള്ളത്. ഒന്ന് മലപ്പുറം, ഒന്ന് പൊന്നാനിയുമാണ്. അത് തന്നെ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യം ലീഗും അത് മുഖവിലേക്ക് എടുക്കുന്നു. കാരണം ലീഗിന്റെ ഒരു സീറ്റിന്റെ പേരിൽ മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനോ മുസ്ലിം ലീഗിന് താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വം ഔദ്യോഗികമായി ഇപ്പോൾ പ്രതികരിക്കില്ല. കാരണം ഈ അണികൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രതിഷേധം തണുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെന്ന തരത്തിലുള്ള ഒരു പ്രതികരണം മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. മൂന്നാം സീറ്റ് ലഭിച്ചേക്കില്ല മുസ്ലിം ലീഗിന് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. തീരുമാനമാകട്ടെ, അപ്പോൾ അറിയിക്കാം എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു.